ടു സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള 3 റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇഫ്താർ സ്പെഷ്യലായിട്ടും അതുപോലെ തന്നെ വേനലിൻ്റെ ക്ഷീണം മാറ്റുന്നതിനും പറ്റുന്ന 3 തരം ഡ്രിങ്കുകളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ 3 തരം ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കുംബർ കൊണ്ടിട്ടുള്ളൊരു ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെമൺ കൊണ്ട് ഒരു ബ്രസീലിയൻ ലെമണേഡ് തയ്യാറാക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ വൈറലായിട്ടുള്ള ബ്രസീലിയൻ ലെമണേഡാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ ബ്രസീലിയൻ ലെമണേഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ലെമൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ലെമൺ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 or 3 എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലെമൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് സീഡ്ലെസ് ആണ്, അതുകൊണ്ട് തന്നെ സീഡ് ഉണ്ടെങ്കിൽ സീഡ് റിമൂവ് ചെയ്തിട്ട് വേണം അതിലേക്ക് ചേർക്കാൻ. അതിനതാ ഈ ഇത്രയും പീസായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർക്കാം. അതിനത് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെമൺ ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് തണുത്ത വെള്ളമാണ്. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി അടിച്ചെടുക്കാം. അതിനതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ സ്കിന്നൊന്നും അരഞ്ഞിട്ടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനതാ ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഓരോരുത്തരും അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത ശേഷം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ എന്താ പാല് പോലത്തെ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബ്രസീലിയൻ ലെമണേഡ്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെ എന്താ സെർവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സെർവിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് ചേർക്കാം. ഇത് പാല് പോലെ പതഞ്ഞ് പൊങ്ങുന്ന ഒരു ലെമണേഡാണിത്. അങ്ങനെ ഇതിലേക്ക് ഞാനൊരു സ്ട്രോയും കൂടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സമ്മർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലെമണേഡാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കുക്കുംബർ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുക്കുംബർ ഒന്ന് പീൽ ചെയ്തെടുക്കണം. അങ്ങനത്തെ കുക്കുംബറൊക്കെ നന്നായി പീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർക്കാം. ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഈ കുക്കുംബർ ജ്യൂസ്. അതുപോലെ തന്നെ റമദാൻ ടൈമിലും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു റിഫ്രഷിങ് ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു കൂളിംഗ് ഇഫക്റ്റാണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി പുതിനയിലയാണ്. ഞാനിവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഹണിയാണ് ചേർക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ചുള്ള ഹണി ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ചിൽഡ് മിൽക്കാണ്. ആദ്യം കുറച്ച് ചേർത്ത ശേഷം ഒന്ന് അടിച്ച ശേഷം ബാലൻസ് പാലും കൂടി ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാമും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ മിക്സിയൊക്കെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അതിനത് നമ്മുടെ കുക്കുംബർ ജ്യൂസും അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചിയാ സീഡാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് കുതിർത്താണ് അതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് പീസ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള കുക്കുംബർ ജ്യൂസ് ചേർക്കാം.
ഏറ്റവും മുകളിലും കുറച്ച് ചിയാ സീഡ് കുതിർത്ത് ചേർക്കുന്നുണ്ട്. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മിൻറ്റ് ലീവ്സാണ് വെക്കുന്നത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റിഫ്രഷിങ് ജ്യൂസാണ് കുക്കുംബർ ജ്യൂസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അങ്ങനെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കിന്നെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കുന്നത്. ഗ്രേറ്ററിൻ്റെ ഈ വലിയ ഹോളിലൂടെയാണ് ഞാനിപ്പോൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഒരു ക്യാരറ്റ് കംപ്ലീറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ജ്യൂസ് അടിക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ചേർക്കേണ്ടത്. പിന്നെ ചേർക്കേണ്ടത് നാരങ്ങ ജ്യൂസാണ്, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 3 പീസ് നാരങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 4-5 മിൻറ്റ് ലീവ്സും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത ശേഷം അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് അടിച്ച ശേഷമാണ് ബാലൻസ് വെള്ളം ചേർക്കുന്നത്. ആദ്യം നന്നായി ഒന്ന് അടിച്ചെടുക്കട്ടെ, അതിന് ശേഷം ബാലൻസ് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് ബാലൻസ് വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് അടിച്ചെടുക്കാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ചെറുനാരങ്ങ നീരാണ് ചേർക്കണമെങ്കിൽ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും, അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്ത ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് അല്പം ഐസ് ക്യൂബ് ചേർക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ജ്യൂസ് ചേർക്കാം. നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തും അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ അകറ്റാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് ഈ ക്യാരറ്റ് ജ്യൂസ്. അങ്ങനത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസാണ് റെഡി ആയിരിക്കുന്നത്. ഇതിന് മുകളിലൊരു മിൻറ്റ് ലീവ്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. തന്നെ നോമ്പിൻ്റെ ക്ഷീണം അകറ്റുന്നതിനും വേനലിൻ്റെ ക്ഷീണം അകറ്റുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 3 കളർഫുൾ ആയിട്ടുള്ള ഡ്രിങ്കുകൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.